ഇന്നലെ റോഡിലൂടെ പോയപ്പോൾ നല്ല മുരിങ്ങയ്ക്ക ലാഭത്തിന് കിട്ടി. ഇന്ന് മുരിങ്ങയ്ക്ക കൊണ്ടുള്ളൊരു തോരനും പിന്നെ വീട്ടിൽ കുറച്ച് മുരിങ്ങയില ഇപ്പോൾ ഉണ്ടായിരുന്നു. ആ മുരിങ്ങയില കൊണ്ടുള്ള കറിയാണ്. ഇപ്പോൾ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കാരണം ഞാൻ മറ്റേ അടുപ്പൂടെ കത്തിച്ചു. വീട്ടിൽ 3 അടുപ്പാണല്ലോ വേറെ അടുപ്പ്. അത് ഒരെണ്ണമാണ് ഞങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം രണ്ടാമത്തേതും കത്തിച്ചു യൂസ് ചെയ്തു തുടങ്ങി. അത് ചട്ടി അങ്ങോട്ട് ഇട്ടു. അതിനകത്ത് കടുക്, ഉഴുന്നുപരിപ്പ്, മുളക്, കൊച്ചുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അരപ്പിട്ടു. തേങ്ങ, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് അരപ്പിട്ടു. നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു മുരിങ്ങക്കൊലതിട്ട് വഴറ്റിയെടുത്തു. അപ്പോൾ ചോറ് റെഡിയായി. ഇനി അടുത്തായിട്ട് നമുക്ക് മുരിങ്ങയില കറിയാണ്. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്ത് കൊച്ചുള്ളി ഇട്ടു. അതിലേക്ക് ചീരയില ഇട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തും അരപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അജാറ് കഴുകിയ വെള്ളം ഒഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പപ്പടം ഉണ്ടെങ്കിൽ ഗംഭീരവും. 2 പപ്പടം പൊടിച്ചു. പിന്നെ മീനുണ്ടായിരുന്നു. മീൻ കഴുകിയിട്ടു. അപ്പോഴത്തേക്ക് അച്ഛന് ഒരു ഗ്ലാസ് മോരുവെള്ളം കൊടുത്തു. നല്ല ചൂടാണ് പുറത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛന് മോരുവെള്ളം കൊടുക്കാറുണ്ട്. അച്ഛത് മൊത്തം കുടിച്ചു. അടിപൊളിയായിട്ട് കുടിച്ചു. കൊള്ളാമെന്ന് വെച്ചപ്പം സൂപ്പറെന്ന് തോന്നി. ഇനിയിപ്പോൾ മീൻ നോക്കണം. അത് ശീലാവും അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് മീൻ ഉണ്ടായിരുന്നല്ലോ, ശീലവും ഉരുവാച്ചി. ഇതാണ് ഇന്നത്തെ മീൻ വറുത്തത്. അപ്പോൾ അച്ഛന് ഇന്ന് ചോറിൻ്റെ കൂടെ മുരിങ്ങയ്ക്ക കറി, മുരിങ്ങയ്ക്ക തോരന്, മീൻ വറുത്തത്, പപ്പടം, പിന്നെ പുളിഞ്ചിക്ക അച്ചാർ. ഞങ്ങളുടെ ഉച്ചക്കാലത്തെ ചാപ്പാട് കഴിക്കാൻ പോവാണ്. കഴിക്കും. മുരിങ്ങയ്ക്കയുടെ കഴിക്കും. നല്ല മുരിങ്ങയ്ക്കയുടെ പരിപാടിയാണ്. ഇന്നലെ റോഡിൽ ചെന്നപ്പോൾ മുരിങ്ങയ്ക്ക നല്ല ലാഭത്തിന് കിട്ടി. മുരിങ്ങയ്ക്ക കൊണ്ടുള്ള മുരിങ്ങയ്ക്ക കറി, പപ്പടം, മുരിങ്ങയ്ക്ക തോരന്, പിന്നെ മീൻ വറുത്തത്, പുളിഞ്ചിക്ക അച്ചാർ. കുറേ ആൾക്കാർ പുളിഞ്ചിക്ക തോരൻ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ പുളിഞ്ചിക്ക നമ്മൾ തോരൻ കഴിക്കത്തില്ല, ജസ്റ്റ് എന്നിട്ട് ഉച്ചക്കുന്നേ ഉള്ളൂ. വല്ലപ്പോഴും 1-2 കഴിക്കും. കൊള്ളാവോ അർസി? കൊള്ളാവോ? കഴിച്ചിട്ട് ഈ പപ്പടം കൂടെ ഇട്ട് ഞെവിടി കഴിക്കണേ. എന്താണ് ഈ പപ്പടം കൂടെ എടുത്ത് സെറ്റ് ചെയ്ത് കഴിക്കും. കഴിച്ചിട്ട് അതിവിടെ കഴിക്കും. ഇങ്ങോട്ട് മാറ്റി പല്ല് കാന്തി കളയല്ലേ. കഴിച്ചു പല്ല് പോലെ. ഇതൊക്കെ നൈസായിട്ട് അച്ഛൻ കൈ കൊണ്ടൊക്കെ ഇങ്ങ് എടുത്ത് കഴിക്കും. അത് പപ്പടം എല്ലാം കൊണ്ട് ഞെവിടി കൊടുത്തു. പതിനച്ച കഴിച്ചോളൂ. പപ്പടമൊക്കെ അത് ഇട്ടിട്ടുണ്ട്. പച്ച കളറായില്ലേ നോക്ക്. കഴിച്ചാട്ടെ അറച്ച് കഴിച്ചാട്ടെ. കഴിച്ചു. അച്ഛൻ കഴിച്ചിട്ട് ഞാൻ പിന്നെ കഴിക്കുക. നല്ലതല്ലേ അത്? മീൻ വറുത്തയാ. ഈ പൂഞ്ഞൊക്കെ നമ്മൾ പച്ചക്കട്ടെ, മുളകൊന്നും ചേർക്കാതെ. അത് മുളക് വച്ചാ അത് മുളകാ. അത് മാറ്റിയേക്ക്. അത് മുളക് വച്ചാ നിങ്ങൾ മാറ്റി വെച്ചേക്ക്. ഉറങ്ങല്ലേ? ഞാൻ ചൂടായിട്ട് അച്ഛന് ടീഷർട്ടൊക്കെ ഊരി കൊടുത്തു. കാരണം നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ടീഷർട്ടൊക്കെ ഊരി കൊടുത്തു. ചൂടുണ്ടോ? ഈ ചൂടില്ല. അച്ഛന് ദേഹത്തിന് ചൂടുണ്ടോ? അച്ഛൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വൈകിട്ട് ഇനിയിപ്പോൾ ഒരു പരിപാടിയുണ്ട്. 4:30 ആകുമ്പോൾ 4 മണിക്കാണ് തുടങ്ങുന്നത്. മീനൂർ സ്കൂളിലൊരു ഇന്നോഗ്രേഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 3:30 ആകുമ്പോൾ പോകണം. അപ്പം അച്ഛന് ചോറൊക്കെ കൊടുത്തു. ഇനിയിപ്പം സെറ്റായിട്ട്
ഒരു 3:30 റെഡിയായിട്ട് പോകണം. ഓക്കെ ചാ, കഴിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാനേ ചാ ഞാനിനി വൈകിട്ട് 3:30 പോകും കേട്ടോ. സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ട് മീയണ്ണൂരേക്ക്, പോയിട്ട് വരാം കേട്ടോ. ഓക്കെ ഓക്കെ. ഗവൺമെൻറ് LP പ്രീ പ്രൈമറി സ്കൂള് മീയണ്ണൂർ, അവിടുത്തെ 106ാമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ആ ഒരു ചടങ്ങിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ബഹുമാന്യനായ MLA ശ്രീ PC വിഷ്ണുനാഥ് അവർകളായിരുന്നു. എന്നെ ഈ സ്കൂളിലേക്ക് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി ക്ഷണിച്ചത് എൻ്റെ സുഹൃത്തായ ഉദയകുമാറായിരുന്നു. ഇത് മീനൂർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഉദ്ഘാടനത്തിന് ശേഷം ബഹുമാന്യനായ നമ്മുടെ MLA ഒരു മനോഹരമായൊരു ഗാനം ആലപിച്ചു. അദ്ദേഹത്തിന് അടുത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതുകൊണ്ട് അദ്ദേഹം ഈ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം പോയി. പിന്നെ ഞാൻ ആ കുട്ടികൾക്ക് സ്കൂളിലെ അവർക്ക് മൊമെൻ്റൊക്കെ കൊടുക്കാറുണ്ടായി. പിന്നെ 1-2 മിമിക്രി പെർഫോമൻസും കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു. വൈകുന്നേരം 6:00 കൂടി കുട്ടികളുടെയൊക്കെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരത്തെ ചടങ്ങുകളൊക്കെ തീർക്കണം. പിന്നെ അധ്യാപകരുമായി കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. വളരെ നല്ലൊരു ചടങ്ങായിരുന്നു, വളരെ മനോഹരമായ ഒരു വേദിയായിരുന്നു. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട PTA-യോടും പ്രിയ സുഹൃത്ത് ഉദയകുമാറിനോടും അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ നമുക്കുണ്ടായിരുന്നു, അവരോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.